നിങ്ങളൊരു എംപത്തറ്റിക് പാരന്റ് ആണോ? ആ കുട്ടിക്ക് തോന്നുന്ന ഇമോഷണൽ പെയിൻ നമ്മളെ അഫക്റ്റ് ചെയ്താൽ അതാണ് എംപതി. സിംപതി ആണെങ്കിലോ ടീച്ച് ആൽഫബറ്റ്സ്, നമ്പേഴ്സ് അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ കൊച്ചിനെ പഠിപ്പിക്കാൻ നോക്കും. പക്ഷെ അവരുടെ ഫീലിങ്സ് എന്താണ്, അവരുടെ ഇമോഷൻസ് എന്താണെന്നൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ വിചാരം അതൊന്നും കുഞ്ഞിന് മനസ്സിലാവില്ല എന്നുള്ളതാണ്. സോ ഫൗണ്ടേഷൻ ലേ ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 1 to 3 years ആണ്. അതായത് ആ ഒരു ടോഡ്ലർ ഫേസിൽ കുട്ടി എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു കാര്യമാണ്. ഹ്യൂമൻ കണക്ഷൻ ഈസ് എ കീ ഇൻഗ്രീഡിയന്റ് ഓഫ് വെൽബീങ്. നിങ്ങൾക്ക് ആരെയും കണക്ട് ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ ഇൻഡിപെൻഡന്റ് ആയിട്ട്? നിങ്ങളൊരു എംപത്തറ്റിക് പാരന്റ് ആണോ? നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ ഒരു എംപതിയുള്ള കുട്ടിയെ വളർത്താനാണോ ആഗ്രഹിക്കുന്നത്? അതോ നമ്മൾ അറിയാതെ ഒരു സിമ്പത്തറ്റിക് പാരന്റിങ്ങിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? ലെറ്റ്സ് ഫൈൻഡ് ഇറ്റ് ഔട്ട്. നമ്മളുടെ കുട്ടികൾ ബോൾഡ് ആയിരിക്കണം, ബ്രേവ് ആയിരിക്കണം, അതുപോലെ തന്നെ കൈൻഡ് ആൻഡ് ഇമോഷണലി സ്ട്രോങ് ആവേണ്ടതില്ലേ? ആസ് പേരൻസ് നമ്മൾ എപ്പോഴും ബിലീവ് ചെയ്യുന്നത് ആസ് ലോങ് ആസ് ഐ കെയർ ഐ എം ഡൂയിങ് ഓക്കെ. ഇതാണ് നമ്മളിൽ പലരുടെയും ആറ്റിറ്റ്യൂഡ്. പക്ഷേ പാരന്റിങ് ഇസ് ജസ്റ്റ് അബൌട്ട് കെയറിങ്, ഇറ്റ്സ് അബൌട്ട് ഹൗ വി കെയർ. നമ്മൾ എങ്ങനെയാണ് ഒരു കുട്ടിയെ കെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു കുട്ടിയെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്നുള്ളതിലാണ് ആക്ച്വൽ പാരന്റിങ്. ആൻഡ് ദാറ്റ്സ് വെയർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പതി ആൻഡ് എംപതി കംസ് ഇൻ. സിമ്പത്തറ്റിക് പാരന്റിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, അയ്യോ പാവം എൻ്റെ കുഞ്ഞ്, ലൈക്ക് ഓ നോ മൈ പുവർ ബേബി, ആൻഡ് വി റഷ് ടു ഫിക്സ് ദ പ്രോബ്ലം. പക്ഷേ എംപത്തറ്റിക് പാരന്റിങ്ങിൽ we pause and say, I understand how you are feeling, and that must have been really hard. And we choose to sit with them emotionally. Let's take a common situation. നമ്മുടെ കുട്ടി സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് നമ്മളോട് പറയുകയാണ്, അമ്മ അല്ലെങ്കിൽ അച്ഛ, ഐ ഹാഡ് എ റിയലി ബാഡ് ഡേ അറ്റ് സ്കൂൾ. എനിക്കിന്ന് സ്കൂളിൽ നിന്ന് ഒരാളുടെ അടുത്ത് നിന്ന്, ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. കുട്ടി വിഷമത്തോടെ നമ്മളോട് വന്ന് പറയുക. അപ്പോൾ നമ്മളൊരു സിമ്പത്തറ്റിക് പാരൻ്റ് ആണെങ്കിൽ നമ്മുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും? ഓ നോ ഡോണ്ട് വറി, ജസ്റ്റ് ഇഗ്നോർ ദം, ഓക്കെ, സാരമില്ല പോട്ടെ, അവരോട് ഇനി നീ കൂട്ടുകൂട്ടാൻ നിൽക്കണ്ട. ഓക്കെ, കൊച്ചു ഓക്കെ പറയുന്നു, നമ്മളും പ്രോബ്ലം സോൾവ് ചെയ്തു. പക്ഷെ കുട്ടികൾക്ക് വേണ്ടത് സൊല്യൂഷൻസ് അല്ല, അവർക്ക് വേണ്ടത് കണക്റ്റഡ്നെസ് ആണ്. ഒരു എംപത്തറ്റിക് പാരൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും? നിങ്ങളുടെ കൊച്ചിൻ്റെ കൂടെ ഇരുന്ന് അവരെ കേൾക്കും. എന്ത് ബാഡ് എക്സ്പീരിയൻസ് ആണ് നിനക്കുണ്ടായത്? കൊച്ചിന് നല്ല വിഷമമായെന്ന് അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്ക് മനസ്സിലായി. ഇനിയും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും. ഗുഡ് ഫ്രണ്ട്സിനെ നോക്കി നമ്മൾ ചൂസ് ചെയ്യണം. നിനക്ക് എന്ത് ഇമോഷൻസ് വന്നാലും അത് ഷെയർ ചെയ്യാൻ ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടാവും. ആൻഡ് ഫൈനലി നിനക്ക് എന്ത് വീഴ്ച വന്നാലും അപ്പയും അമ്മയും നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന ഒരു ഉറപ്പിൽ അവരെ ആ ഒരു ബാഡ് ഫേസിൽ നിന്ന് ഒരു സേഫ് ആൻഡ് കംഫർട്ട് സോണിലേക്ക് ലാൻഡ് ചെയ്യിപ്പിക്കുക. ഇതാണ് എംപത്തറ്റിക് പാരന്റിങ്. Sympathy actually comforts from a distance, whereas empathy connects from within. Sympathy ആണെങ്കിൽ നമ്മൾ പറയും, ഐ ഫീൽ ബാഡ് ഫോർ യു, അതവിടെ തീർന്നു. പക്ഷേ എംപത്തറ്റിക് പാരന്റ് ആണെങ്കിൽ നിങ്ങൾ പറയും, ഐ ഫീൽ ദിസ് വിത്ത് യു. ആ കുട്ടിക്ക് തോന്നുന്ന ഇമോഷണൽ പെയിൻ നമ്മളെ അഫക്റ്റ് ചെയ്താൽ അതാണ് എംപതി. സിമ്പതി ആണെങ്കിലോ വി ജസ്റ്റ് ഫീൽ സോറി ഫോർ ദം ഫ്രം എ ഡിസ്റ്റൻസ്. അവിടെ ഒരു ഗ്യാപ്പ് എങ്ങനെയാണെങ്കിലും ഫോം ചെയ്യും സിമ്പതിയിൽ. വാക്കുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു, അതവിടെ കഴിഞ്ഞു. വി ആർ നോട്ട് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദം വിത്ത് ഓൾ ഇമോഷൻ. അയ്യോ കഷ്ടമായി എന്ന് പറയുന്നതിന് പകരം, അമ്മ അല്ലെങ്കിൽ അച്ഛ നിൻ്റെ കൂടെ ഇല്ലേ, ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു, ഞങ്ങൾ നിന്നെ മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോഴാണ് കുട്ടി ഇമോഷണലി സ്ട്രോങ് ആവുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവും എന്നൊരു ട്രസ്റ്റ്, ഒരു ഉറച്ച വിശ്വാസം അവർക്ക് വരുന്നത് അപ്പോഴാണ്. ഈ ഒരു ട്രസ്റ്റാണ് പിന്നീട് അവരുടെ ലൈഫ് ലോങ് അവർക്കൊരു സ്ട്രെങ്ത് ആയിട്ട് മാറുന്നത്. ഇനി ഈ എംപതിക്ക് എന്താ പാരന്റിങ്ങിൽ ഇത്ര ഇമ്പോർട്ടൻസ്? വൈ ഈസ് എംപതി സോ ഇമ്പോർട്ടൻറ്റ് ഇൻ പാരന്റിങ്? ലിൻ എസാഷിയുടെ ദി എംപതി അഡ്വാൻറ്റേജ്, കോച്ചിങ് ചിൽഡ്രൻ ടു ബി കൈൻഡ് ആൻഡ് സക്സസ്ഫുൾ എന്ന ബുക്കിൽ അതിൽ പറയുന്നുണ്ട്, why do we care about empathy and how is lack of empathy manifesting in our youth? എംപതിയുടെ കുറവ് കാരണം നമ്മുടെ യൂത്തിൽ സംഭവിക്കുന്ന ഒരു 5 പോയിന്റ്
ആ ഓത്തർ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട്. അത് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് there has been an increase in bullying and cyber bullying. ബുള്ളിങ്ങിലും സൈബർ ബുള്ളിങ്ങിലും ഭയങ്കര ഒരു ഇൻക്രീസ് ആണ് ഇപ്പം ഉണ്ടായിരിക്കുന്നത്. അത് ലാക്ക് ഓഫ് എമ്പതി കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ഓതർ പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു ഏരിയയിൽ ഒരുപാട് റിസർച്ചേഴ്സ് ആൻഡ് ഒരുപാട് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഗാവോ et al. 2023 പബ്ലിഷ് ചെയ്ത പേപ്പറിൽ പറയുന്നു എമ്പതി പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഇൻ സെൽഫ് കോൺഫിഡൻസ്, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് റെസ്പെക്ട് ഫോർ സോഷ്യൽ നോംസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. അതുപോലെ തന്നെ മിഷൻ 2012 പബ്ലിഷ് ചെയ്തൊരു പേപ്പറിൽ പറയുന്നുണ്ട് ലാക്കിംഗ് എ സർട്ടൻ എമൗണ്ട് ഓഫ് എമ്പതി പ്രീഡിസ്പോസസ് ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾ ടു എ ഹയർ റിസ്ക് ഓഫ് ബീങ് എ പെർപെട്രേറ്റർ മീൻസ് ഒഫൻഡേഴ്സ് ഓഫ് സൈബർ ബുള്ളിങ്. അപ്പോൾ സൈബർ ബുള്ളിങ്ങിന് കാരണക്കാരാവുന്ന കുട്ടികളിൽ എമ്പതി കുറവുള്ളതായിട്ട് പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുണ്ട്. സോ കുട്ടികളിൽ എമ്പതി പ്രൊമോട്ട് ചെയ്യാനായിട്ട് റീസെൻ്റ് ആയിട്ട് യൂറോപ്യൻ കൺട്രീസിൽ മൈൻഡ്ഫുൾനെസ് പ്രോഗ്രാം സ്റ്റാർട്ടായി. UK പാർലമെൻറ്റ് 2021 mindfulness initiatives report highlighted that mindfulness programs are becoming increasingly popular in educational settings worldwide. ഈ പ്രോഗ്രാംസിന് എംപതി, കണക്റ്റഡ്നെസ് ആൻഡ് സെൽഫ് എസ്റ്റീം എല്ലാം കുട്ടികളിൽ പ്രൊമോട്ട് ചെയ്യാൻ സാധിച്ചു എന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. ഒരു എംപത്തറ്റിക് പാരൻറ്റിംഗ് മോഡലായിരുന്നു ശരിക്കും ഈ മൈൻഡ്ഫുൾനെസ് പ്രോഗ്രാംസിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. സോ എവിടെ നിന്നായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? സെക്കൻഡ് പ്രോബ്ലം പറയുന്നതാണ് ടീച്ചേഴ്സ് കംപ്ലൈൻറ്റ് ദാറ്റ് ദെയർ സ്റ്റുഡൻസ് ഡു നോട്ട് നോ ഹൗ ടു ഹാവ് എ കോൺവെർസേഷൻ. നമ്മുടെ റീസെൻ്റ് ആയിട്ട് പേപ്പറിലൊക്കെ കേട്ട ന്യൂസുമായിട്ട് നമുക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റും. Research reveals that supportive teacher-student relationships are significantly associated with reduced level of stress, anxiety and depression among students. ഇത് ഹി et al. 2019 പബ്ലിഷ് ചെയ്ത പേപ്പറിൽ പറയുന്നതാണ്. ആൻഡ് വാൻ 2023 പബ്ലിഷ് ചെയ്ത പേപ്പറിൽ പറയുന്നു moreover students who regard their professors as empathic demonstrate high levels of resilience, self-esteem and overall life satisfaction. സോ ഇവിടെ പറയുന്നത് ആക്ച്വലി ടീച്ചേഴ്സ് എംപത്തറ്റിക് ആയാലുള്ള കാര്യമാണ്. ബട്ട് തിരിച്ച് കുട്ടികൾക്ക് ഈ എംപതി ഇല്ലെങ്കിൽ നമ്മൾ ഈ കേൾക്കുന്ന ന്യൂസൊക്കെ പോലെ കുട്ടികൾ ടീച്ചേഴ്സിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് അറിയാതെ വരും. മോശമായ ബിഹേവിയർ കുട്ടികളിൽ നിന്നും ടീച്ചേഴ്സിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഇതൊക്കെ എവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇതിൻ്റെ ഫൗണ്ടേഷൻ കുട്ടികൾക്ക് എവിടെ നിന്നായിരുന്നു കിട്ടേണ്ടിയിരുന്നത്? ഇനി തേർഡ് പ്രോബ്ലം പറയുന്നതാണ് ദർ ഹാവ് ബീൻ ഇൻക്രീസസ് ഇൻ നാർസിസം, അതായത് എക്സ്ട്രീം സെൽഫിഷ്നെസ് ആൻഡ് സെൽഫ് സെൻറ്റേർഡ്നെസ്. ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ക്ലിനിക്കൽ റിസർച്ച് 2024 പബ്ലിഷ് ചെയ്ത ഒരു പേപ്പർ ദ സ്റ്റഡി ഓഫ് നാർസിസം ആൻഡ് ഇറ്റ്സ് കോറിലേഷൻ വിത്ത് എംപതി. അതിലെ റിസൾട്ടാണിത്. ഇൻഡിവിജ്വൽസ് വിത്ത് ഹയർ കോഗ്നിറ്റീവ് എംപതി ടെൻഡ് ടു ഹാവ് ലോവർ ലെവൽ ഓഫ് നാർസിസിസ്റ്റ് ടെൻഡൻസീസ് and individuals with higher cognitive empathy tend to be less vulnerable. സോ എംപതി കൂടുതൽ ഉള്ള കുട്ടികളിൽ സെൽഫിഷ്നെസ് കുറവാണ് എന്ന് കണ്ടെത്താൻ ആ പഠനത്തിന് സാധിച്ചു. അപ്പം ഒരു കുട്ടി ഓൾമോസ്റ്റ് ഒരു 1 year ആകുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ കണ്ണാടിയിൽ നോക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. അപ്പം ആ ഒരു പോയിന്റിലാണ് ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആണെന്ന് മനസ്സിലാക്കി തുടങ്ങുന്നത്. ഞാനൊരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആണെന്ന് കുട്ടി മനസ്സിലാക്കി തുടങ്ങുന്നത് ആ ഒരു പ്രായത്തിലാണ്. അവൻ്റെ മിറർ ഇമേജ് സ്വന്തമായിട്ട് കണ്ണാടിയിൽ നോക്കി കാണുന്നു. സോ അതുപോലെ തന്നെ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും ഒരു കുട്ടി സെൽഫിഷ്നെസ്, അതായത് എൻ്റേതാണ് എന്ന് കാണിച്ചു തുടങ്ങുന്നത് ഈ ടോയ്സ് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം വരുമ്പോഴാണ്. അതും ഈ ഒരു 1 and 2 years അതിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുക ഈ 1 വയസ്സ് കഴിഞ്ഞ കൊച്ചിനെ എന്ത് പഠിപ്പിക്കാനാണ്? അപ്പാർട്ട് ഫ്രം ടീച്ചിങ് ഇമോഷൻസ് വി ട്രൈ ടു ടീച്ച് ദം ആൽഫബറ്റ്സ്, നമ്പേഴ്സ് അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ കൊച്ചിനെ പഠിപ്പിക്കാൻ നോക്കും. പക്ഷെ അവരുടെ ഫീലിങ്സ് എന്താണ്, അവരുടെ ഇമോഷൻസ് എന്താണെന്നൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ വിചാരം അതൊന്നും കുഞ്ഞിന് മനസ്സിലാവില്ല എന്നുള്ളതാണ്. സോ ഫൗണ്ടേഷൻ ലേ ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് ഏജ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 1 to 3 years ആണ്. അതായത് ആ ഒരു ടോഡ്ലർ ഫേസിൽ കുട്ടി എല്ലാ കാര്യങ്ങളും ഗ്രാസ്പ് ചെയ്യും.
ഇവിടെയാണ് കുട്ടി കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മോറൽ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ്. സ്റ്റാർട്ട് വിത്ത് സ്റ്റോറീസ്. എനിക്കൊരു 3 years ആയിട്ടുള്ള ഒരു കുട്ടിയാണുള്ളത്. ഷീ ലവ്സ് ഹിയറിങ് നോൺ സ്റ്റോപ്പ് സ്റ്റോറീസ്. എത്ര സ്റ്റോറീസ് കേട്ടാലേ അവൾക്ക് മതിയാവില്ല. അപ്പം ഇവർക്ക് ഒരുപാട് ഇഷ്ടമാണ് ലിസൺ ചെയ്യാൻ, ഒബ്സർവ് ചെയ്യാൻ. അതിന് ഏറ്റവും കൂടുതൽ ആ ഒരു ടോട്ടൽ ഫേസിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നമ്മൾ തന്നെ അവർക്കൊരു എക്സാമ്പിൾ ആയിരിക്കുക. ആസ് എ പാരൻറ്റ് നമ്മളാണ് അവരുടെ ഫസ്റ്റ് റോൾ മോഡൽസ്. നമ്മൾ എന്ത് കാണിക്കുന്നോ അതാണ് അവർ ഒബ്സർവ് ചെയ്യുന്നതും പഠിക്കുന്നതും. സോ ബി ദി എക്സാമ്പിൾ. അതുപോലെ തന്നെ ഓൾവേസ് എൻകറേജ് ഷെയറിങ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണിത്. ഷെയറിങ് ഈസ് കെയറിങ്, അല്ലെങ്കിൽ ഷെയറിങ് ഈസ് ഫൺ എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അവരത് മനസ്സിലാക്കും, ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പോൾ ടോയ്സിൻ്റെ കാര്യം വരുവാണെങ്കിൽ തന്നെ നിങ്ങളിരിക്കുമ്പോൾ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കുക. അവരത് ഉൾക്കൊണ്ട് അവർ പിന്നീട് ഷെയർ ചെയ്ത് കളിക്കും. സോ നിങ്ങൾ അത് ഒബ്സർവ് ചെയ്യുക. ഇത്ര കുഞ്ഞിലെ അവരത് മനസ്സിലാക്കുന്നു, ലൈഫ് ലോങ് ആ ക്വാളിറ്റി അവരുടെ കൂടെ ഉണ്ടാകും. അത് ഉറപ്പുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഫൈനലി പ്രൈസ് ഗുഡ് മൂമെൻറ്റ്സ്. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ പ്രൈസ് ചെയ്യുക, നിങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അവരിൽ എംപതി വളരും. അതോടൊപ്പം തന്നെ അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടും, സെൽഫ് എസ്റ്റീം കൂടും. സോ ജസ്റ്റ് തിങ്ക്, ഇത് എവിടെ നിന്നായിരുന്നു നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്നത്? ഇനി 4th പോയിൻ്റായിട്ട് പറയുന്നതാണ്, ദർ ഹാസ് ബീൻ എ ഡിക്ലൈൻ ഇൻ ഫേസ് ടു ഫേസ് interpersonal skills with peers. Kids do not know how to talk to one another and work out their problems. നമുക്ക് പണ്ടേ അറിയാവുന്ന ഒരു കാര്യമാണ്, ഹ്യൂമൻ കണക്ഷൻ ഈസ് എ കീ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് വെൽബീങ്. നിങ്ങൾക്ക് ആരെയും കണക്ട് ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അത് ഓക്കെ, അത് പറ്റും. ബട്ട് കണക്റ്റഡ് ആവാതെ നമുക്ക് ഹ്യൂമൻസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കല്ലെങ്കിൽ വേറൊരു ലോകത്ത്, മായ ലോകത്ത് ഇങ്ങനെ ജീവിക്കാൻ പറ്റും. പക്ഷേ ഒരു ഹ്യൂമൻ കണക്ഷൻ ഇല്ലാതെ, ഒരു കണക്റ്റഡ്നെസ് ഇല്ലാതെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇതിലും റിസർച്ച് നടന്നിട്ടുണ്ട്, പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ബിറ്റ്വീൻ ദ ഇയേഴ്സ് ഓഫ് 2003 and 2022, face-to-face socializing among teenagers fell by more than 45%. 45% ആയിട്ടാണ് കുറഞ്ഞിരിക്കുന്നത് face-to-face socialization. 45 is not a small number actually. And another study, a study on teenage loneliness, found that between 2012 and 2018 എന്ന് പറയുമ്പോൾ പാൻഡമിക്കിന് മുന്നേ, adolescent loneliness increased in 36 out of the 37 countries analyzed. So, teenage loneliness കൂടിയിരിക്കുകയാണ്. So this means that they are not bothered about others, not bothered about any physical or mental well-being. So this is where the importance of building up empathy. അപ്പോൾ ഇത് എവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്നത്? ഇനി 5th പോയിന്റ് ആണ്, സ്ക്രീൻ ടൈം ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ. Many kids are on their own smartphones and tablets more than they sleep. They are almost addicted. ഇതിലും സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. 2019 വെറ സ്കാലിക്ക പബ്ലിഷ് ചെയ്ത ഒരു പേപ്പറിൽ സ്ക്രീൻ ടൈം ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇമോഷൻ അണ്ടർസ്റ്റാൻഡിങ് ഫ്രം ഏജ് 4 to 8, ബിറ്റ്വീൻ 4 and 8 years old ആയ കുട്ടികളിൽ നടത്തിയൊരു പഠനമാണ്. റിസർച്ച് revealed that more screen time at age 4 predicted lower level of emotion understanding at age 6. So പഠനം സ്റ്റാർട്ട് ചെയ്തത് ഏജ് 4-ലാണെങ്കിൽ എൻഡ് ചെയ്തത് ഏജ് 6-ലാണ്. അവരിൽ ഇമോഷൻ അണ്ടർസ്റ്റാൻഡിങ് കുറവുള്ളതായിട്ട് കണ്ടു. In addition, television in children's bedroom at age 6 forecasted lower level of emotion understanding at age 8. ഇതൊക്കെ സ്റ്റഡീസിലൂടെ തെളിഞ്ഞ കാര്യമാണ്. ഞാനായിട്ട് പറയുന്നതോ അല്ലെങ്കിൽ നമ്മളായിട്ട് പുതിയതായിട്ടൊരു കാര്യം പറയുന്നതോ അല്ല. ഇതൊക്കെ പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ചിൽഡ്രൻസ് സ്ക്രീൻ ആക്ടിവിറ്റീസ് കോറിലേറ്റഡ് വിത്ത് poorer social competence and with decrease of the quality and quantity of interaction with parents and siblings. സോ നമ്മളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കുട്ടിക്ക് കുറവാണെങ്കിൽ അതിന് കാരണക്കാർ അപ്പോൾ നമ്മൾ തന്നെയല്ലേ? ഞാൻ ഇതിൻ്റെ കൂടെ നമ്മുടെ കേരളത്തിൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യുകയാണ്. ഇൻക്രീസ് ഇൻ സൂയിസൈഡ്സ് എമംഗ് യങ് അഡൾട്ട്സ് ആൻഡ് ലാക്ക് ഓഫ് ഇൻസെക്യൂരിറ്റി ടുവേർഡ്സ് പാരൻസ്. ഇതിലെല്ലാം തന്നെ ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട് എന്നതാണ് ഇതിലെ വാസ്തവം. ഞാൻ ഈ പറഞ്ഞ പോയിന്റിലും സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഒരു പേപ്പർ
NIH നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് പബ്ലിഷ് ചെയ്ത അസോസിയേഷൻ ബിറ്റ്വീൻ പെർസീവ്ഡ് പാരന്റിംഗ് സ്റ്റൈൽ ആൻഡ് അഡോളസൻസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സ്യൂസൈഡ്. ഈ പേപ്പറിൽ പറയുന്നുണ്ട് ദി സ്റ്റഡി റിവീൽഡ് ദി സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട് ഓഫ് പാരന്റിംഗ് സ്റ്റൈൽ ഓൺ ചിൽഡ്രൻസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സ്യൂസൈഡ്. അപ്പോൾ അതിൽ തന്നെ റിസൾട്ടിൽ പറയുന്നുണ്ട് എഡ്യൂക്കേറ്റിംഗ് പേരൻസ് അബൌട്ട് ദി അപ്രോപ്രിയേറ്റ് പാരന്റിംഗ് ആറ്റിറ്റ്യൂഡ്സ് സിമ്പത്തറ്റിക് ആൻഡ് റേഷണൽ ക്യാൻ ഹെൽപ്പ് ടു പ്രിവെൻറ്റ് യൂത്ത് സ്യൂസൈഡ്. ഇതിൽ സിമ്പത്തറ്റിക് ആണ് പറയുന്നതെങ്കിലും എനിക്കത് എംപത്തറ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോ ദിസ് മീൻസ് പാരൻറ്റിങ്ങിൽ പ്രശ്നമില്ല എന്ന് പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇഫ് യു ആർ എൻ എംപത്തറ്റിക് പാരൻറ്റ്, നിങ്ങളുടെ കുട്ടിയും എമ്പതി ഉള്ളൊരു കുട്ടിയായി വളരും, അത് ഉറപ്പുള്ള കാര്യമാണ്. സൈക്കോളജിയിൽ ഒരു അറ്റാച്ച്മെൻറ്റ് തിയറി ഉണ്ട്. ഇത് പ്രൈമറി ഡെവലപ്പ് ചെയ്തത് ജോൺ ബോൾബിയാണ്. അത് ഫർദർ മേരി എക്സ്പോർട്ട് എലാബറേറ്റ് ചെയ്തു. So it proposes that humans are born with a biological drive to form close emotional bonds with caregivers, especially during infancy. So bond, it provides a sense of security and safety, crucial for both survival and healthy emotional and social development. അപ്പം ഈ ഒരു കണക്റ്റഡ്നെസ് എന്ന് പറയുന്ന ഒരു സാധനം ഇൻഫാൻറ്റ് സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻഫാൻസിയിൽ തുടങ്ങുവാണ് ഈ കണക്റ്റഡ്നെസ്. സോ empathy teaches children to connect deeply with themselves as well as with the others. അവൻ എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ അവനെ പഠിപ്പിക്കുക. Not just to react but to truly feel with someone. Let's raise kids who don't just say poor thing, ayyo pavam, but instead they should say that must have hurt, I am here for you. ഒരു കുട്ടി വീണിട്ട് കരയുമ്പോൾ നമ്മൾ പറയും കരയണ്ട, ഇറ്റ്സ് ഓക്കെ. പക്ഷേ നമ്മളൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് ലിസൺ ചെയ്ത് നോക്കിയാൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും സിമ്പതി സൈലൻസസ് ബട്ട് എംപതി ലിസൺസ്. സിമ്പതി സേസ് ഡോണ്ട് ക്രൈ ബട്ട് എംപതി സേസ് ഐ നോ ഇറ്റ് ഹേർട്സ് ആൻഡ് ഐ ആം ഹിയർ ഫോർ യു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൊച്ചുങ്ങളെ ആൽഫബറ്റ്സും നമ്പേഴ്സും മാനേഴ്സും എല്ലാം പഠിപ്പിക്കാൻ ഭയങ്കര ധൃതിയാണ് നമുക്ക്. ബട്ട് ഡു വി ടീച്ച് ദം ഇമോഷൻസ്? സ്വന്തം ഇമോഷൻസും മറ്റുള്ളവരുടെ ഇമോഷൻസും മനസ്സിലാക്കാൻ നമ്മൾ അവരെ പഠിപ്പിക്കുന്നുണ്ടോ? എംപതി ഡസൻറ്റ് റിക്വയർ ബിഗ് ജെസ്റ്റേഴ്സ്. എ സിംഗിൾ ഗ്ലാൻസ് അല്ലെങ്കിൽ എ ഹെൽഡ് ഹാൻഡ് അല്ലെങ്കിൽ ഒരു വൺ സൈലൻറ്റ് ഹഗ്, അത് മതി, അത് മാത്രം മതി. സിമ്പതി എന്ന് പറയുമ്പോൾ ഭയങ്കര ഈസിയാണ്, പക്ഷേ എംപതിയോ ദാറ്റ് ടേക്സ് ഹാർട്ട്. പാരൻറ്റിങ് എന്ന് വെച്ചാൽ കുട്ടികളെ ഹാപ്പി ആക്കുക മാത്രമല്ല, ഇറ്റ്സ് അബൌട്ട് മേക്കിംഗ് ദം ഇമോഷണലി സ്ട്രോങ്, റിസൈലൻറ്റ് ആൻഡ് കൈൻഡ്. സോ നമുക്ക് ബോൾഡായ കുട്ടികൾ വേണം, പക്ഷെ അവർക്കൊരു സോഫ്റ്റായ ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. who don't walk away from pain. അവരുടെ പെയിനും മറ്റുള്ളവരുടെ പെയിനിൽ നിന്നും ഓടി അകലുന്ന കുട്ടികളെല്ലാം നമുക്ക് വേണ്ടത്. ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള കിഡ്സിനെയാണ് നമുക്ക് റേസ് ചെയ്യേണ്ടത്. Let them not just say sorry you are hurt, but say I am with you, I understand, I won't walk away. എമ്പതി ഒരിക്കലും കുട്ടികളെ സ്പോയിൽ ചെയ്യുന്ന ഒന്നല്ല, അതൊരു വീക്ക്നെസ്സും അല്ല. It's the real strength of parenting and it's what that makes our kids emotionally strong. മക്കളെ നല്ല ബുദ്ധിയുള്ളവരാക്കുന്നതിന് കൂടെ നല്ല ഹൃദയമുള്ളവരാക്കി കൂടി നമുക്ക് വളർത്താൻ ശ്രമിക്കാം. Let's not just raise perfect kids. Let's raise present kids who listen, who care, who feel. So let's understand and learn from our mistakes and let's grow together. Because ഞാനൊരു പാരൻ്റാണ്, സോ നമുക്ക് നമ്മളുടെ കുട്ടികളുടെ കൂടെ മിസ്റ്റേക്സ് മനസ്സിലാക്കി അവരുടെ മിസ്റ്റേക്സ് തിരുത്തിക്കൊടുത്ത് നമുക്ക് ഒരുമിച്ച് വളരാം. ബിക്കോസ് എംപതി ഡസൻറ്റ് ചേഞ്ച് children, but empathy changes the world. Thank you for hearing me.